ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാൾ പറയും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിക ലോകത്തിന്റെ പേരിൽ നരനായാട്ട് നടക്കുമ്പോ ഈ സമൂഹത്തെ ഒന്ന് കൈപിടിച്ച് നടത്താൻ ഈ സമൂഹത്തിനൊരു പുനരുദ്ധാന നായകൻ വരും. ആ നായകനാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും, ഇമാം മഹ്ദി മദീനയിലെത്തിയിട്ടുണ്ട് എന്ന്. അബ്ദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുകയാണ്. അബ്ദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുമ്പോ തന്നെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നു എന്നറിഞ്ഞ ഇമാം മഹ്ദി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് കിടക്കും. അബ്ദാലുകൾ മദീനയിലെത്തുമ്പോ ഇമാം മഹ്ദി മക്കയിലേക്ക് പോയെന്നറിഞ്ഞ് അവര് മുഴുവനും അതാ മക്കയിലോട്ട് കടന്നു വരും. അവര് മക്കയിലോട്ട് വരുമ്പോ ഇമാം മഹ്ദി മദീനയിലേക്ക് പോകും. അവര് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് വരും. അവസാനം അബ്ദാലുകൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാന നായകനെ അന്വേഷിച്ച് കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അതാ കഅബാലയത്തിന്റെ വാതിലിന്റെയും മഖാമ ഇബ്രാഹിമിന്റെയും നടുവില് മുൽതസിമിലേക്ക് നെഞ്ചു തേർത്ത് വെച്ചിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഇങ്ങി വട്ടിപ്പറയുന്ന 40 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബ്ദാലുകൾ പറയും, ഇത് ഇമാം മഹ്ദിയാണ്, ഇത് ഇമാം മഹ്ദിയാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുമില്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല എന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ ഇമാം മഹ്ദി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം മഹ്ദി വഹുവ റജുലുൻ ആദിയുൻ. ആ ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെ പോലെ നിങ്ങളെ പോലെ. വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി. ഇസ്മുഹു മുഹമ്മദ്. ഇമാം മഹ്ദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വംശപരമ്പരയിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാം മഹ്ദിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇരുനിറമാണ്, മെലിഞ്ഞു നീണ്ട നാസികയുള്ള, വലിപ്പമുള്ള നീണ്ട പുരികമുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, സുറുമയിട്ടതുപോലെ തോന്നുന്ന നയനാനന്ദകരമായ കണ്ണുകളുള്ള, നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള, വിളങ്ങുന്ന മുഖമുള്ള, ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് പ്രവാചകൻ പറഞ്ഞ അടയാളം നോക്കുമ്പോ അതാ കഅബാലയത്തിന്റെ കില്ലയുടെ നടുവില് മഖാമ ഇബ്രാഹിമിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും നടുവിൽ തേങ്ങിക്കരയുന്ന 40ഓടടുത്ത പ്രായമുള്ള ഒരു മനുഷ്യനെ അബ്ദാലുകൾ കണ്ടെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ